ജിലുമ്മ നമ്മൾ വീട്ടിലെത്തിയതും ചാടിയിറങ്ങി നെഞ്ചിൽ കൈവച്ചു. റബ്ബേ എന്ത് പോക്കായിരുന്നു ചെക്കൻ. നമ്മൾ ഓനെ നോക്കിയപ്പോൾ ഓൻ ഹലാക്കിലില്ലാന്ന് കോപ്പ്. വേഗം അകത്ത് കയറി ഫ്രഷായി താഴോട്ട് ഇറങ്ങിയപ്പോഴേക്ക് എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡിയായി നിൽക്കുക. നമുക്ക് ഇതിൽ ഏടെ പോയി പഠിച്ചോനെ, ഞങ്ങൾ ഓലയും വെയിറ്റ് ചെയ്തിരുന്നേ. എടാ കുറേ നേരമല്ലോ ഓല കാണായിട്ട്, ഏടെ പോയി രണ്ടും ചെയ്യൂ. തെണ്ടികൾ ചിലപ്പോൾ ചുറ്റി കറങ്ങാൻ പോയി കേൾക്കും. കോപ്പ് ഇതേ മനുഷ്യ ഇക്ക് നിങ്ങളെ മുഖം കാണുമ്പോൾ ചുമരി തേച്ച് ഉരയ്ക്കാൻ തോന്നുന്നു. കെട്ടിയോനാണ് പോലും കെട്ടിയോൻ. ആ റിബുവും ദിലുവും ഇപ്പം നല്ല റൈഡിലാണ്. നിങ്ങളിവിടെ നിന്ന് ഇങ്ങനെ കുത്തിയിരുന്നോ ആക്രിക്കാര പൊണ്ണത്തടിയ. നമ്മൾ ഓനെ നോക്കി പല്ല് കടിച്ചതും ചെക്കൻ ഡി എന്ന് പറഞ്ഞ് എണീറ്റ്. നമ്മളൊന്നും നോക്കിയില്ല, ഒരൊറ്റ ഓട്ടായിനി. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയോടി. നമ്മളെ ബാക്കിൽ ഓൻ്റെ വരവ് കാണാത്തോണ്ട് നമ്മൾ അകത്ത് കയറി നോക്കുമ്പോൾ ഉണ്ട് ചെക്കൻ ഫോണിൽ തോണ്ടി കളിക്കുന്നു. അയ്യേ നമ്മൾ ശശി. എല്ലാവരും നമ്മളെ നോക്കി ഹലാക്കിലിളിയാണ്. അജു ചിരിക്ക് വെടി പൊട്ടിച്ചതും എല്ലാവരോടും ഹലാക്കിലെ ചിരിയായിനി. ഒലക്ക ഷാദിയാണല്ലോ വല്ല റൗഡികൾ ചിരിക്കും പോലെ ഉറക്ക ചിരിക്കുക നാറി. ഡാ ഷാദി കോതി, ഇജ്ജ് അധികം ഇളിക്കണ്ട. ഇജ്ജല്ലേ ദിലുവിനും മർജാനെ പ്രപ്പോസ് ചെയ്യാൻ കൊടുത്ത് ഓൾ ഇങ്ങോട്ട് വരട്ടെ, അതോടെ നിൽക്കും എൻ്റെ ഇളി. എൻ്റെ അന്ത്യാണടാ കോപ്പെ, ഇജ്ജ് നോക്കിക്കോ. നമ്മൾ ഓനോട് പറഞ്ഞതും ചെക്കൻ്റെ ചിരി സ്വിച്ചിട്ട പോലെ തന്നെ. ഓന് നമ്മളെ നോക്കി കൈ കൂപ്പി. നമ്മളാരാ മോള്. ഡാ ഓലെ കാണുന്നില്ലല്ലോ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അജു ഇക്കും ബജ്ജ. ഇത്രയും നേരം വൈകിയാണെങ്കിൽ ഓല ഏടലും കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് നമ്മൾ കഴിക്കാം. സച്ചു അതും പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങളും അതിന് ശരിവെച്ചു. എല്ലാവരും റൂമിൽ കയറി സംസാരിക്കുന്നതിനിടയിൽ ജിതുവിനൊരു കോൾ വന്നു. ഓൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ തന്നെ ഉമ്മ വന്നു. മക്കളെ സമയം 7 മണി കഴിഞ്ഞു, ഓൾ ഇതുവരെ വന്നില്ലല്ലോ. എനിക്ക് പേടിയാകുന്നു. വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നത്. ഉമ്മ അത് പറയുമ്പോൾ തന്നെ കരയാൻ തുടങ്ങിക്ക്. ഞങ്ങൾ ഉമ്മാനെ സമാധാനിപ്പിച്ചു. പക്ഷെ ഉമ്മക്കും ഒരു സമാധാനം കിട്ടുന്നില്ല. മിനുവും സച്ചുവും ജിയും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അവർക്കെന്തോ അപകടം പറ്റിയ ഫീല്. നമ്മൾ നെഞ്ച് പൊട്ടുമ്പോലൊക്കെ തോന്നുന്നുണ്ട്. കണ്ണ് നിറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളിവിടെ കരഞ്ഞാൽ പിന്നെ ഇവരുടെ ഉള്ള ധൈര്യം കൂടി പോകും. പിന്നെ നമുക്ക് ദിലുവിൻ്റെ കാര്യത്തിൽ തീരെ പേടിയില്ല. കാരണം ഓളെ കൂടെ റിബു ഉണ്ട്, മുബാറക് മിഹാൻ. അതുകൊണ്ട് ചെറിയ ധൈര്യമൊക്കെ ഉണ്ട്. പെട്ടെന്നാണ് ജിതു എന്ന് പറഞ്ഞത്. എടാ അവർക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. റിബുവിൻ്റെ വണ്ടി അവിടെ തകർന്ന് കിടക്കുന്നുണ്ട്. അവരെ കിട്ടിയിട്ടില്ല. തിരച്ചിൽ ഒരുപാട് നേരമായി തുടങ്ങിയിട്ട്. അവരവിടെയുള്ള വല്ല കല്ലിൻ്റെ അടുത്തോ മരത്തിൻ്റെ അടുത്തോ തങ്ങി നിൽക്കുകയാണെങ്കിൽ അവർ രക്ഷപ്പെടും. ഇനി അവിടെ ഇല്ലെങ്കിൽ അതൊരു തായ്വാരമാണ്. അത് അവസാനിക്കുന്നത് ആ കാട്ടിൽ വെള്ളച്ചാട്ടത്തിലാണ്. അവിടെ നിന്ന് വീണ പൊടി പോലും കിട്ടില്ല. ഒന്ന് കാല് തെറ്റിയാൽ ഉരുണ്ട് താഴോട്ട് പോകുന്ന സ്ഥലമാണ്. അവർക്കൊന്നും പറ്റാതെ ഇരിക്കട്ടെ. ജിത പറയുന്നത് കേട്ട് നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. സങ്കടത്തിൻ്റെ അല്ല, പ്രതികാരത്തിൻ്റെ. എന്തിനാ കരയുന്നേ? അവർക്കൊന്നും സംഭവിക്കില്ല. വേണ്ട, എന്നാലും കണ്ണു നിറയുകയാണ്. ഉമ്മാസും മക്കൾസും ഒരേ കരച്ചിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊന്ന് അവിടം വരെ പോയി വരാം. ഉപ്പാസ് വരണ്ട, ഇവരുടെ അടുത്ത് നിന്നു. ഞങ്ങൾ വരാൻ ചിലപ്പോൾ ലേറ്റ് ആകും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ജിലു, ഇവർക്ക് ധൈര്യം പകർന്ന് ഇജ്ജ് തന്നെ ഇങ്ങനെ കരയല്ലേ. ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് നല്ല കുട്ടിയെ കരയാതെ നിൽക്കട്ടോ. അതും പറഞ്ഞ് റിഷു നമ്മളെ കവിളി തട്ടി. നമ്മളൊന്ന് തലക്കുൽക്കുക മാത്രം ചെയ്തു. റിഷുവും അജുവും ജിതുവും ഷാദിയും ഇവർ പോയതും നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. റബ്ബേ അവർക്കൊന്നും പറ്റല്ലേ. ബാത്റൂമിൽ ഒറ്റ ഓട്ടായിന്. അവിടെ കുത്തിരുന്ന് പൊട്ടി കരയാൻ തുടങ്ങി. ഡി ആരെ സ്വപ്നം കണ്ടോണ്ടിരിക്കാടി യൂളെ, എണീറ്റ് പോടിൻ്റെ വണ്ടിമെന്ന് റിബു അലറിയതും നമ്മൾ ഉറക്കത്തിൽ നിന്ന് തെട്ടി എണീറ്റ്. നമ്മളെവിടെ ചോര കാണുന്നില്ലല്ലോ. സ്വപ്നമായിരുന്നോ റബ്ബേ. നമ്മൾക്ക് ആക്സിഡൻറ്റോ? ഓ ഭയാനകം. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ഓനെ നോക്കി. എന്താടി പുല്ല് നോക്കി പഠിപ്പിക്കുന്നേ. ഓൻ അധികം ചൊറിയാൻ നിൽക്കണ്ട, നമുക്ക് ആക്സിഡൻ്റ് ആകും. പിന്നെ നമ്മൾ ഒരു താഴ്വാരത്തിൽ വീഴും. പിന്നെ ഇക്കറിയില്ല, ബാക്കി കൂടി കണ്ടിട്ട് പറയാട്ടോ. അതും പറഞ്ഞ് നമ്മൾ തുള്ളിച്ചാടി അകത്ത് കയറി. വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ ചെക്ക നമ്മളിപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചിന്തിച്ചിരിക്കുന്നത്. അയ്യേ പെട്ടെന്ന് നമ്മൾ സ്വപ്നം കണ്ടത് പറയണോ എന്നറിയില്ല. നാറി. അതെ, നേരത്തെ ആക്സിഡൻ്റ് ആയതും ഇപ്പോൾ ജിലുമാൻ്റെ ഭാഗം പറയുന്നതും ഒക്കെ സ്വപ്നമായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രഷായി താഴോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഷാദി അവിടെ കുത്തിരുന്ന് ഗെയിം കളിക്കുന്നു. എടാ നാറി. നമ്മൾ ഒരൊറ്റ അലറലൈനി. നമ്മളെ സൗണ്ട് കേട്ടതും ചെക്കൻ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു വളിച്ച ഇളി വിളിച്ച് കൈ കൂപ്പി. അന്നെ ഞാൻ കാണിച്ചു തരാടോ, ഇച്ചി ഇന്ന് എൻ്റെ ജീവിതം വെച്ചാ കളിച്ചത് നാറി. നമ്മളൊരു ഫ്ലവർ വേസ് എടുത്തെറിഞ്ഞതും ഷാദി ജസ്റ്റ് ഒന്ന് കുരിഞ്ഞ്. അത് കണ്ട് ഓൺ ദി സ്പോട്ടിൽ അജുവിൻ്റെ ബോധം പോയി. ഡേം ഓനെ നീളിച്ചതും നമ്മൾ ഓൻ്റെ അടുത്തേക്ക് വാങ്ങിയതും ചെക്കൻ ഒരൊറ്റോട്ടായിരുന്നു. ജാങ്കോ പിടിക്കോനെ. പിന്നെ അങ്ങോട്ട് ടോമാഞ്ചറി കളിക്കായിരുന്നു ഞങ്ങൾ. ബോയ്സ് ഒരു ടീമും ഗേൾസ് ഒരു ടീമും. ലാസ്റ്റ് ഉമ്മാസും ഉപ്പാസും വടിയെടുത്തപ്പോൾ ഞങ്ങൾ അടങ്ങി നിന്ന് ഇല്ല കാണാനും ഓലക്കല്ലിൽ നിന്നല്ല അന്തസ്സായി തല്ല് വാങ്ങുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും രാത്രി ഭയങ്കര തള്ളായിനി. അതൊക്കെ കഴിഞ്ഞ് ഉറക്കം വന്നപ്പോൾ ഉറങ്ങാൻ പോയി. നമ്മളെ കെട്ടുവാൻ റൂമിൽ കയറി നമ്മളൊരു നോട്ടം. ഇച്ചതെന്നറി നമ്മളെ നോക്കാൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ മർജാനോട് അധികം സംസാരിക്കാനോ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ കയറാനും പോണ്ട. പോയാലുണ്ടല്ലോ ഓനൊരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞു.
ഓ പിന്നെ ഇജ് എന്ത് ചെയ്യോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്ന ആറി നോക്കിക്കോ. നമ്മൾ മർജാനോട് സംസാരിക്കും, അവനോട് ക്ലോസ് ആകും, വേണം അവനെ പ്രേമിച്ചു കെട്ടിൻ്റെ കുട്ടികളെ തന്തയുമാക്കും. ഇജ് എന്ത് ചെയ്യും? നമ്മളത് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. ഓൻ നമ്മളെ കരുണ ആന്ന് നമ്മളെ കരുണ ഉള്ള കുറ്റിക്ക് ഒന്നങ്ങ് തന്ന് പകച്ചു പോയി മക്കളെ. നമ്മള് എന്ത് തല്ലാ ഭയം തല്ലിയത്. ഓഹ് കോപ്പ്. പിന്നല്ലേ നമ്മളൊരു കാര്യം വിട്ട് നമ്മളെ അജവും ചെയ്തവും ഞങ്ങളെ കോളേജിലെ +2 സ്റ്റുഡൻസിന് സാറായി വന്നു കിട്ടോ. വ്യാവം നമ്മളെ മിനുവും ചെയ്യും സച്ചും ഓല് മാത്രല്ല നമ്മളും ചിലുമയും ഈ കോപ്പനൊക്കെ എന്തിനാ പടച്ചോനെ അങ്ങോട്ട് കെട്ടിയെടുത്ത്. വായ നോക്കാൻ മാത്രം കോളേജിൽ തിരഞ്ഞെടുത്തത്, അത് നശിപ്പിക്കാൻ കുറച്ച് തെണ്ടികളും തീരെ കണ്ണിച്ചോരില്ലാത്ത ജന്തുക്കള്. ഓൻ ലൈറ്റ് ഓഫ് ആക്കി കിടന്നു, നമ്മളൊന്ന് നെടുവീർപ്പിട്ട് കിടന്നു. നാളെ കോളേജിൽ ഇവനെയൊക്കെ എങ്ങനെ സഹിക്കുമാവോ.